ഹായ് ഡിയേഴ്സ്, അനഗമിസ് ആണ്. നമ്മൾ പൊളിറ്റിക്കൽ സയൻസിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം പൊളിറ്റിക്കൽ സയൻസ് എൻ്റെ മക്കൾക്ക് അറിയാം, അതൊരു ഓപ്ഷണൽ പേപ്പർ ആണ്. അവിടെ നമുക്ക് 18ഓളം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് അല്ലേ. നമ്മൾ +1 20 ചാപ്റ്റേഴ്സ് പഠിച്ച് നമ്മൾ +2 വരുന്ന സമയത്ത് 18 ചാപ്റ്റർ നമുക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നില്ലെങ്കിലും നമുക്ക് +1 വരുന്ന സമയത്ത് അവിടെ ഒരുപാട് കാര്യങ്ങൾ ഒരു ചാപ്റ്റർ തന്നെ എലിമിനേറ്റ് ചെയ്യാനുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ +2 വരുന്ന സമയത്ത് ഈ 18 ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ട് കോണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അതിലെല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. സോ ഒരു ടൂറ് പോകുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ കാലാവസ്ഥയും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകണം എന്നും അതിൻ്റെ മുന്നോടിയായിട്ട് കുറച്ച് ഒരുക്കങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെക്കൂലേ. അതേപോലെ തന്നെയാണ് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞൊരു ജേർണിയിലേക്ക് നമ്മൾ പോവുകയാണ്. അതിൻ്റെ മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ഓരോ ചാപ്റ്ററിൽ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് 18 ചാപ്റ്ററിനെ കുറിച്ച് ഏകദേശം ഒരു ഇൻട്രൊഡക്ഷൻ തരാനാണ്. അത് കേട്ടിട്ട് മക്കളെ ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചുകൂടെ നമുക്ക് എന്തായിരിക്കും ഈസിലി മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. ചാലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ്. ഇവിടെ നമ്മൾ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ കുറിച്ച്, നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴല്ല, 1947 നമ്മൾ നേരിട്ട വെല്ലുവിളികളെ കുറിച്ച് പഠിക്കും. ഇവിടെയാണ് പാർട്ടീഷനെ തുടർന്നും നമുക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും അങ്ങനെ രാജ്യം ബിൽഡ് ചെയ്യുന്നതും ഡെമോക്രസി ബിൽഡ് ചെയ്യുന്ന സമയത്തൊക്കെ എന്തൊക്കെ വെല്ലുവിളികൾ നമ്മൾ നേരിട്ടിട്ടുണ്ടെന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ നോക്കും. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ് ആണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ഇവിടെ നമ്മൾ കോൺഗ്രസ് പാർട്ടിയുടെ ഡോമിനൻസ് ആണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്, ആദ്യത്തെ 3 ജനറൽ ഇലക്ഷനും കോൺഗ്രസിന് അത്രത്തോളം ഭൂരിപക്ഷം കിട്ടാൻ കാരണം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് അവിടെ പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെന്റ് ആണ്. ഇവിടെ നമ്മൾ ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 1ാം പഞ്ചവത്സര പദ്ധതി, 2ാം പഞ്ചവത്സര പദ്ധതി, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നോക്കും. നീതി ആയോഗിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ പഠിക്കും. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ആണ്. ഇവിടെ ഇന്ത്യയുടെ അയൽപ്പക്ക ബന്ധങ്ങൾ, ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഇന്ത്യയും ചൈനയുമായുള്ള റിലേഷൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക, മാൽദീവ്സ്, ഭൂട്ടാൻ, അങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കും. ഈ ചാപ്റ്റർ നമുക്ക് ഒരു എസ്സേ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ വർഷവും നമുക്ക് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റിലേഷനെ കുറിച്ചുള്ള എസ്സേ ക്വസ്റ്റ്യൻ, കാരണം ഇവിടെ നമ്മൾ ഇന്ത്യയും ചൈനയും തമ്മിൽ വാർ നടക്കുന്നുണ്ട്, അതൊക്കെ നമ്മളെ എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ചാലഞ്ചസ് ടു റീസ്റ്റോറേഷൻ ഓഫ് കോൺഗ്രസ് സിസ്റ്റം ആണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മുടെ കോൺഗ്രസ് സിസ്റ്റം നേരിട്ട വെല്ലുവിളികൾ, ചാലഞ്ചുകളും പിന്നീട് അവർ തിരിച്ച് ഭരണത്തിലേക്ക് വരുന്നത് എങ്ങനെയാണെന്നും ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണെന്നും നമ്മളവിടെ പഠിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ 6ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് ക്രൈസിസ് ആണ് കാണുന്നത്. ഉദാഹരണം, നമ്മൾ ഇന്ത്യൻ ചരിത്രത്തിലെ ബ്ലാക്ക് പീരീഡ് എന്നറിയപ്പെടുന്ന എമർജൻസിയെ കുറിച്ച് പഠിക്കുന്ന പാഠഭാഗമാണിത്. എമർജൻസിയും അതിനെ തുടർന്നുണ്ടായ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മളവിടെ പഠിക്കും. ഒരുപാട് പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. അതായത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളും അതിനെ തുടർന്ന് എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി അത് റെസിസ്റ്റ് ചെയ്തതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ജയപ്രകാശ് നാരായൺ, അങ്ങനെയുള്ള ഇന്ദിരാഗാന്ധിക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വന്ന ആളാണ്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ചാപ്റ്ററിൽ സെറ്റാക്കും. അതായത് നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ. ഇനി നമ്മൾ 7ാമത്തെ ചാപ്റ്ററിലേക്ക്, നമ്മൾ 7th ചാപ്റ്റർ എന്ന് പറയുന്നത് റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ് ആണ്. ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് പോപ്പുലർ മൂവ്മെന്റ് കടന്നു വരികയാണ്. ഇവിടെ 7ഓളം പോപ്പുലർ മൂവ്മെന്റ് നമുക്ക് പഠിക്കാണ്ട്. ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ 7 മൂവ്മെന്റ്സ്, അതായത് 7ാമത്തെ ചാപ്റ്റർ 7 മൂവ്മെന്റ്സ് അങ്ങനെ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ചിപ്കോ മൂവ്മെന്റ്, അതേപോലെ തന്നെ നർമ്മദ ബച്ചാവോ ആന്തോളൻ, ദളിത് പാന്തേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് ആന്റി അറാക്ക് മൂവ്മെന്റ്, അങ്ങനെയുള്ള ഒരുപാട് മൂവ്മെന്റ്സ്, ഒരുപാട് 7 മൂവ്മെന്റ്സ് ആണ് അവിടെ പഠിക്കാനുള്ളത്. അതിനുശേഷം നമ്മൾ 8ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്താണ് ഇവിടെയാണ് റീജിയണൽ ആസ്പിരേഷൻ കടന്നു വരുന്നത്. അതായത് നമുക്കറിയാം, നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. പല ജാതിയിലും മതത്തിലൊക്കെ വിഭാഗത്തിലൊക്കെ പെട്ട ആളുകളാണ് നമ്മുടെ ഇന്ത്യയിൽ താമസിക്കുന്നത്. പലതരം കൾച്ചർ അങ്ങനെയൊക്കെയാണ് നമ്മുടെ രാജ്യത്തിലല്ലേ. അതേപോലെ നമ്മൾ പറയില്ലേ, നാനാർത്ഥത്തിൽ ഏകത്വം എന്ന് പറയില്ലേ, അത്രത്തോളം ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് ചില ഭാഗങ്ങളിൽ എന്ത് ചെയ്യാണ്, റീജിയണൽ ആസ്പിരേഷൻ, സ്വയം ഭരണാവകാശം അവർക്ക് വരികയാണ്. ഞങ്ങൾ ഒറ്റയ്ക്ക് നിലനിന്നോളാം. നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പ്രിൻസ്ലി സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, നാട്ടുരാജ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവരൊറ്റയ്ക്ക് നിലനിന്നോളാം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്താണ്, രാജ്യങ്ങൾ പറയുകയാണ്. ചില രാജ്യങ്ങൾ, അത് ആ രാജ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ പഠിക്കും. ഞങ്ങൾ ഒറ്റയ്ക്ക് നിലനിന്നുകൊള്ളാം, അങ്ങനെ സ്വയംഭരണം വേണം എന്ന് പറഞ്ഞ് ഓരോരുത്തർ രംഗത്ത് വരികയാണ്. ഓഫ് കോഴ്സ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡെമോക്രാറ്റിക് കൺട്രി
കൺട്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇത് സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ് അല്ലേ. അപ്പം എങ്ങനെയാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത് എന്നൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. അടുത്ത ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ 9ാമത്തെ ചാപ്റ്ററാണ് റീസൺ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്ന കുറച്ച് ഡെവലപ്മെന്റ്സ് ആണ്. 5 ഡെവലപ്മെന്റ്സ് അവിടെ നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ്. ഒരു ഉദാഹരണം മിസ് പറയുകയാണെങ്കിൽ ബാബറി മസ്ജിദ് ഇഷ്യൂ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ അലയടിക്കുന്ന ഒരു ഇഷ്യൂ തന്നെയാണ് അതിലെ. അത്തരത്തിലുള്ള 5 ഡെവലപ്മെന്റ്സിനെ കുറിച്ച് ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. ഇനി നമ്മൾ 10ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് ദ കോൾഡ് വാർ ഇറ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമുക്കറിയാം നമ്മുടെ ലോകം 2 ലോകമഹായുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അല്ലേ. ഇതിന് നമ്മൾ 3ാം ലോകമഹായുദ്ധം എന്ന് പറയും, പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ഒരു ലോകമഹായുദ്ധമല്ല. എന്തുകൊണ്ടാണ്? ആ സമയത്ത് 2 കൂട്ടരും, അതായത് 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം US-ഉം USSR-ഉം ലോകത്തിലെ സൂപ്പർ പവേഴ്സ് ആവുന്നു. ഒരാൾ 10 കൊടുത്താൽ മറ്റാൾ 100 എണ്ണം തിരിച്ചു തരുന്നു പറയുന്നത് പോലെ തന്നെ, തിരിച്ചു തരുന്നു പറയല്ല, അറിയുന്നത് കൊണ്ട് തന്നെ ആരും യുദ്ധത്തിലേക്ക് പോയിട്ടില്ല. പക്ഷെ എന്നാലും അവിടെ എന്തുണ്ടായിരുന്നു? യുദ്ധം ഉണ്ടായിരുന്നു. എങ്ങനെയാണ്? ഐഡിയോളജിക്കലി യുദ്ധങ്ങളൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതാണ് അവിടെ പറയുന്നത്. ഒരു ഫുൾ ഫ്ലെഡ്ജ് വാറിലേക്കോ ഹോട്ട് വാറിലേക്കോ പോവാതെ ഒരു ശീതസമരം, കോൾഡ് വാറായിട്ട് തന്നെ അത് തുടർന്നു. അതിനുശേഷം നമ്മൾ 11ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി ആണ് നമ്മൾ നോക്കുന്നത്. 10ാമത്തെ ചാപ്റ്ററിൽ നമുക്കറിയാം ലോകത്തിലെ 2 സൂപ്പർ പവേഴ്സ് ആണ്. ബൈപോളാർ വേൾഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആരൊക്കെയാണ്? US-ഉം USSR-ഉം. 11ാമത്തെ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ഈ ഒരു പോളാർ സിസ്റ്റം എൻഡായി, ബൈപോളാർ സിസ്റ്റം എൻഡായി. ഇവിടെ ആരാണ് എൻഡ് ആയിട്ടുള്ളത്? നമ്മുടെ USSR അധപ്പതിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് US സൂപ്പർ പവർ ആയിട്ട് മാറുന്നതൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കാണാം. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ എന്താണ്? നമ്മളെ US-ന്റെ ഹെജുമണിയെ കുറിച്ച് നമ്മൾ പറയുന്നതാണ്. ലോകത്തിൽ എല്ലാ മേഖലയിലും ആര് സൂപ്പർ പവർ ആവുന്നു? US മാറുന്നു. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഹെജുമണി 3 തരത്തിലാണുള്ളത്. നമ്മൾ ആധിപത്യത്തിനെയാണ് നമ്മൾ ഹെജുമണി എന്ന് വിളിക്കുന്നത്. 3 തരത്തിലാണുള്ളത്. ഇതൊക്കെ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ പഠിക്കും. 13ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ, അതായത് ലോകത്ത് സൂപ്പർ പവർ ഉണ്ടോ നമുക്ക് മനസ്സിലായി. ആരൊക്കെയായിരുന്നു? US-ഉം USSR-ഉം. USSR 12ാമത്തെ ചാപ്റ്ററിൽ അധപതിച്ചത് കണ്ടു. അതിനുശേഷം നമ്മൾ ആര് വന്നു? US വന്നു. അതൊക്കെ നമ്മൾ പഠിച്ചു. US-ന്റെ ഹെജിമണിയൊക്കെ നമ്മൾ 12ാമത്തെ 10, 11, 12 ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ ഇതൊക്കെ നോക്കി. അതേപോലെ തന്നെ ലോകത്ത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരുപാട് പവേഴ്സ് വരുന്നുണ്ട്, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ആരൊക്കെയാണ്? നമ്മുടെ ചൈന വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ കടന്നു വരുന്നുണ്ട്. അവരെ കുറിച്ചിട്ട് ആസിയാൻ രാജ്യങ്ങൾ വരുന്നുണ്ട്, സാർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവറിലാണ് പഠിക്കാം. അതിനുശേഷം നമ്മൾ അടുത്ത ചാപ്റ്റർ, നമ്മൾ 14ാമത്തെ ചാപ്റ്ററാണ് കോണ്ടംപററി സൗത്ത് ഏഷ്യ. നമ്മൾ സമകാലിക സൗത്ത് ഏഷ്യ എന്ന് പറയുന്നത് പോലെ സൗത്ത് ഏഷ്യയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഡിസ്കസ് ചെയ്യും. 15ാമത്തെ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. മക്കൾ പലപ്പോഴും യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ അഥവാ UNO-നെ കുറിച്ച്, ഐക്യരാഷ്ട്ര സംഘടനയെ കേട്ടിട്ടില്ലേ? അവരെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അവരെ മാത്രമല്ല, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ കുറിച്ച്, ലീഗ് ഓഫ് നേഷൻ ആണ് പിന്നീട് എന്തായി മാറിയത്? അതൊക്കെ നമുക്ക് സസ്പെൻസാ പഠിക്കാം. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് ഇന്റർനാഷണൽ ഓർഗൻസ്, അതിൻ്റെ അണ്ടറിലുള്ള പ്രിൻസിപ്പൽ ഓർഗൻസ്, ഇതെല്ലാം നമ്മൾ 15ാമത്തെ ചാപ്റ്ററിൽ സെറ്റ് ആക്കും. ഓക്കെ, അടുത്ത ചാപ്റ്ററിലേക്ക്, നമ്മൾ 16ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് സെക്യൂരിറ്റി ഇൻ ദ കോണ്ടംപററി വേൾഡ്, അതായത് നമ്മളെ രാജ്യം ഇപ്പം ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാലോ. തീവ്രവാദം പോലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ 16ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. 17ലേക്ക് വരുന്ന സമയത്ത് കുറിച്ച് നമുക്ക് നാച്ചുറിനെ കുറിച്ച് പഠിച്ചാലോ? യെസ്, നമ്മുടെ എൻവയോൺമെന്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ആണ് നമ്മളെ അടുത്ത ചാപ്റ്റർ ആയിട്ട് വരുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മളെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഇന്ത്യ റെസ്പോണ്ട് ചെയ്തതെന്നും, അതേപോലെ തന്നെ ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും, അതെങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ജിയോ സബ്മിറ്റ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. കൊയോട്ടോ പ്രോട്ടോകോൾ, ഇതൊക്കെ നമ്മളവിടെ പഠിക്കും. ആൻഡ് നമ്മളെ ഫൈനൽ ചാപ്റ്ററാണ് 18 ചാപ്റ്ററാണല്ലോ ഉള്ളത് അല്ലേ. അതിലെ ഗ്ലോബലൈസേഷനെ കുറിച്ച് പഠിക്കും. ആഗോളവൽക്കരണത്തെ കുറിച്ചിട്ട് നമ്മളവിടെ പഠിക്കും. ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിലുള്ളൂ നമുക്ക് എന്ത് ചെയ്യാനുള്ളത് 18ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ജേണി നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലേ? അപ്പം ഇനി സെറ്റായിട്ടും അടിപൊളിയായിട്ടും യാതൊരു പേടിയില്ലാണ്ട് ജേണി സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പം എങ്ങനെയാ? ഇനി മുതൽ നമ്മളെ ലൈവിലും അതേപോലെ തന്നെ യുവ ബാച്ചിലൊക്കെ കൂടിക്കോളൂ കേട്ടോ.
അടിപൊളിയായിട്ട് പൊളിറ്റിക്കൽ സയൻസ് നമുക്ക് കംപ്ലീറ്റ് മാർക്ക് വാങ്ങിയിട്ട് പോകാം. അപ്പോൾ ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് നമ്മുടെ ചാനലിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. നമുക്ക് ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. അതൊക്കെ ജസ്റ്റ് ഒരു കോണ്ടന്റ് എന്നതിലുപരിയായിട്ട് ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ ഒരു സിനിമാറ്റിക് രീതിയിലൊക്കെ നമ്മൾ അവതരിപ്പിക്കും. അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത കോണ്ടന്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us, dears.